നമസ്കാരം. ഭാസിക്കുട്ടായ ഓട്ടോമോട്ടീവായ യൂട്യൂബ് ഫലക വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് നോക്കണത് 2021 ഏപ്രിൽ മാസം തൊട്ടുള്ള കണക്കനുസരിച്ച് നമുക്ക് നല്ല കാലം എന്നാണ് പറഞ്ഞു നടന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് നല്ലതല്ല. അത് തുടങ്ങി പിന്നെ വണ്ടി ഓടിയിട്ടില്ല. വീട്ടിലൊരു സൈഡിൽ ഇങ്ങോട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാറേ. അപ്പോൾ വണ്ടിയുടെ ആ ഒരു വാസ്തുശാസ്ത്ര നിരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ആ സാധനം അങ്ങോട്ട് ഞെക്കിയോളാം കേട്ടോ. ഓളടിച്ചിട്ടോളാം. അപ്പോൾ കായലിത് ഷൂവിൽ ഇത് നോക്കുകയാണെങ്കിൽ വരും. നമുക്ക് വണ്ടിയുടെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു മുൻഭാഗ കാഴ്ചകളിലേക്ക് വരാം. ഓക്കെ. സോ ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിലെ വണ്ടിപ്രാന്തന്മാരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു ലോഗോ, അതായത് ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ആംഗലേയ ഭാഷയിൽ ഇതിനെ ലോഗോ എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ പുറം രാജ്യങ്ങളിൽ കണ്ടിരുന്ന ഒരു ആഡംബര കാറായ ഫെരാരി എന്നൊരു കാറിൻ്റെ ആ ഒരു ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളറിലാണ് വണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് അറ്റത്ത് നിന്ന് നോക്കുകയാണെങ്കിലും വണ്ടി നല്ല ഭംഗിയായിട്ടും ആരുടെ കണ്ണിലും പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വേറെ മഞ്ഞ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്യാന്നാണ് ഇതിന് പറയുക. എന്ന് വെച്ചാൽ പുക വലിക്കാന്നല്ല കേട്ടോ, കറുപ്പിച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റ്. പിന്നെ ഈ ഒരു സൈഡിലെ കവറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, അവരുടെ ചാനലിൻ്റെ, അതായത് ഭാസിക്കുട്ടൻ ഓട്ടോമോട്ടീവായ നമഹായ ഇൻ യൂട്യൂബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബ് മുത്തപ്പം കാത്തോണേ, ഈ ചാനലൊന്ന് ക്ലിക്കാക്കി കൊടുക്കണേ. ഇവിടെ ചേതക് ഓളീസ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കമൻറ്റോളീസ്, ട്രോളീസ് അങ്ങനെ കൊടുത്തേക്കണം പോലെ. പ്രേക്ഷകരെ എന്തായി കാണണേ, വാണിംഗ് എന്നൊരു ടാഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു സാധനം. പിന്നെ ആ ഒരു മഞ്ഞ റൗണ്ടുള്ള സ്റ്റെപ്പിനി വീല്, അതായത് സ്പെയർ വീല് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നല്ല ചുവന്ന കളർ തുടുത്തിരിക്കണ ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ പ്ലേറ്റും അതെ, നല്ല കാശ് കൊടുത്ത് വെച്ചോ നമ്പർ പ്ലേറ്റാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്തായി കാണണേ, ഒരു താടിക്കാരൻ്റെ പടമല്ലേ. ഇൻസ്റ്റാഗ്രാമത്തിൽ ഇതിൽ വിക്കി തഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെയാണ് ഈ കൊടുത്തേക്കണേ. അദ്ദേഹത്തിൻ്റെ ഒരു വചനമാണ് മൂഡേഷ്, പിന്നെ പവറേഷ്, അങ്ങനെ കുറേ വചനങ്ങൾ അദ്ദേഹം നിർവചിച്ചിട്ടുണ്ട്. പിന്നെ ഈ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇനി മീറ്ററിൽ 0, 20, 40, 60 അങ്ങനെ 120 വരെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഓടിക്കുമ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ സ്പീഡ് മാറ്റിയോ പോവാം. പിന്നെ ഇവിടെ നോക്കിയേ, പെട്രോളിന് വില കൂടിയ കാരണം നമുക്ക് ഇഷ്ടമുള്ള അത്രയും പെട്രോൾ വണ്ടിയുടെ കയറ്റി കൊണ്ട് പോകാം കേട്ടോ. കണ്ടില്ലേ അളവ്. നമുക്കിനി വണ്ടി അങ്ങോട്ട് അതിന് ജീവൻ വെപ്പിച്ച് കൊടുത്തു നോക്കാം. കുറേ നാളായേ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് വെച്ചാൽ ആദ്യം അടിയിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവണില്ല. എന്തൊക്കെയോ വരാൻ പോകുന്ന എൻ്റെ മനസ്സ് പറയുന്നു. വണ്ടി നോക്കൂ, ബാക്കിലേക്ക് പൊക്കാളും കാഴ്ചക്കാരാ. അപ്പോൾ ചായയിലേക്ക് ഇത് വയ്ക്കുക. ഈ വണ്ടിയിലെ ചായയിലേക്ക് ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വയ്ക്കുമ്പോൾ അതൊരു ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ തമ്മിലാകുക. ഈശ്വര ഭഗവാനെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഹായ് ഗായ്സ്, ബിഗ് ഓട്ടോമോട്ടീവ്സിൻ്റെ, അതായത് ഭാസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്യാമറമാനാണ് ഇത്രയും നേരം ഞാൻ കാണിച്ച കോപ്പറേറ്ററിനൊക്കെ ഞാൻ കണ്ടു നിന്ന് ബാക്കിൽ നിന്ന് മനസ്സിൽ ചിരിച്ചുറന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്കർ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അവിടെ അൽബി നമുക്കത് കാണിക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി സ്റ്റിക്കർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോല. എങ്ങനെയുണ്ട് അൽബി ഇതൊക്കെ അടിച്ചപ്പോൾ? നമ്മുടെ ചാനലിൽ ലോഗോ ഇതൊക്കെ അടിച്ചു, ചാനലിൻ്റെ ലോഗോ അടിച്ചപ്പോൾ സെറ്റ് ആയിട്ട് ഇപ്പോൾ ഈ യൂട്യൂബ്. അപ്പോൾ വിൽക്കാണല്ലോ ഇത് അടിച്ചതോ? പൊളി സൂപ്പറല്ലേ? വിൽക്കിയതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. പിന്നെ വണ്ടിപ്രാന്തന്മാരുടെ ഒഫീഷ്യൽ ലോഗോ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫെരാരിയുടെ ആ ഒരു ഇത് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് പറയുമ്പോൾ ഇപ്പുറത്തും നമ്മൾ ആ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്.
നമ്മുടെ മീറ്ററിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ പ്ലെയിനായിട്ട് തന്നെ കിടക്കുക. കണ്ട ഓക്കെ, നമ്മളൊരു മിറർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ബാക്കിൽ നമ്മുടെ ഈ ഒരു ടെയിൽ ലാമ്പ് നമ്മുടെ പൊട്ടിയതായിരുന്നു പഴയത്, അത് പുതിയത് വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ നല്ല ഭംഗിയുള്ള നമ്പർ പ്ലേറ്റ് അതിന് മാറിയിട്ടില്ല. ഇക്കർ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ സ്വാമി കാണിച്ചെന്നുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ബോറടിച്ചിരിക്കുമ്പോൾ ഏത് വണ്ടി ഇവിടെ പണിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പപ്പി ചേട്ടൻ പുതിയതായിട്ട് എടുക്കുന്ന ദോസ്ത് ഈ പേരൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഈ ഹായ് പപ്പി ഹോളിഡേയ്സിൻ്റെ ഒരു ലോഗോ. പിന്നെ ഇവിടെ അനിഴം വരും, ഇവിടെ ദേവറേറ്റ് വരും. ഇത് സെയിം നേരത്തെ പറ്റ പോലെ ഒരു വണ്ടി അവിടെ ഉണ്ട്. നമ്മളതിലാണ് മറ്റേ പട്ടാള മാർക്കറ്റിൽ വന്ന വീഡിയോ ചെയ്ത്. ഇനി ഒരേപോലെ നമ്മുടെ നാട്ടിൽ ഓടാനായിട്ട് ഒരു ദോസ്തും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പപ്പി ചേട്ടൻ്റെ വണ്ടിയുടെ സ്റ്റിക്കറിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ. നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കറിങ് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. നമ്മുടെ നടത്തറിയുള്ള ബിഫോർ ഡിസൈനേഴ്സ് എന്നുള്ള ഡിസൈനർ ആ കടയിലാണ് നമ്മളൊരു വർക്ക് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് വണ്ടിക്ക് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പം എങ്ങനെയുണ്ട് വണ്ടി? പറയ് യൂട്യൂബ് പ്രേക്ഷകരോട് പറയടാ, വണ്ടി എങ്ങനെയുണ്ട്? പറയ് സൂപ്പറാണോ എന്ന്. വയസ്സായി അയാൾക്ക് 3 വയസ്സാവാനോ വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ മണിബട്ടൺ കൂടി ഒന്ന് അമർത്താം. ഓക്കെ, പിന്നെ ആ മണിബട്ടൺ ഒന്ന് അമർത്താം. ഒന്നുകൂടി പറയും. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ മണിബട്ടൺ കൂടി ഒന്ന് അമർത്താം. ഓക്കെ, ഇപ്പം മഴ പെയ്യാൻ സാധ്യത ഉണ്ടല്ലേ ആൽബിയെ? നോക്കട്ടെ ഒരു മിനിറ്റ്. കാണുന്നുണ്ട്. ഓക്കെ, മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചോദി തിളക്കാന്ന്. സെറാമിക് കോട്ടിങ് ഒക്കെ തോറ്റു പോവും മഴ പെയ്ത് കണ്ടു കഴിഞ്ഞാൽ. കണ്ടാ വെള്ളം മുറ്റി പോണില്ല. സെറാമിക് കോട്ടിങ് ആ വണ്ടി ഫുള്ള്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ചെക്കൻ്റെ അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. എന്നിട്ടാന്ന് വെച്ചാൽ സൈലൻസർ ഊരിയിട്ടിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ, അതൊരു അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. ഞെട്ടിപ്പോവും എല്ലാവരും. ഓക്കെ, ബൈ.